അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ എന്റെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. എന്റെ 20s ലാസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം എനിക്കിപ്പോ എത്ര വയസ്സായി എന്നുള്ളതല്ലേ. ചർമ്മം കണ്ടാ വായം തോന്നിക്കുന്നില്ല എന്നുണ്ടെങ്കിലും എനിക്ക് അത്ര വയസ്സായി ഗൈസ്. ഞാൻ ഇന്നലെയാണ് ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ 20s ലാസ്റ്റത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്നല്ല, നമ്മുടെ നാട്ടിലും ഒട്ടുമിക്ക കമ്പനീസും ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേക്ക് ലീവ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കും കിട്ടി എന്റെ ബർത്ത്ഡേയുടെ ഒരു ലീവ്. ഇന്ന് മുത്തുണ്ണി ഓഫീസിൽ പോവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഇവിടെ വെറുതെ റെസ്റ്റ് ഡേ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം, അധികം പ്ലാനിങ് ഒന്നും വേണ്ട എന്നുള്ളത്. പിന്നീട് ഞാനിങ്ങനെ ഇന്നലെ രാത്രി ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇനി എനിക്ക് 20s ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞു, കഥം പോകയാ, ഇവിടെ ചെൻഡാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ പാർട്ടി സെന്റർ, നമ്മുടെ ആംസ്റ്റർഡാം ഇത്ര വലിയൊരു പാർട്ടി സെന്റർ ഇത്ര അടുത്ത് കിടന്നിട്ട് എന്റെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാതെ പോകുന്നത് അതൊരു വലിയൊരു മണ്ടത്തരമായി എനിക്ക് പിന്നീട് തോന്നരുത്. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ചിൽ ഗൈസ്. ശരിക്കും പറഞ്ഞ പണ്ടൊക്കെ പറയില്ലേ, മീൻസ് പറയൂലോ 30 വയസ്സൊക്കെ കഴിഞ്ഞോ വലിയ അങ്കിൾ ആന്റി അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ അതിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴാണ് നമ്മൾ അങ്കിൾ ആന്റി ഒന്നല്ല കേട്ടോ, നമ്മളിപ്പോഴും ചെറിയ പിള്ളേരാണ് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് അറിയില്ലല്ലോ. അവർ വന്നിപ്പോ നമ്മളെ അങ്കിളെ ആന്റിയെ എന്നൊക്കെ വിളിക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു പ്രായം നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്റെ ആ ഒരു ശരിക്കുള്ള അങ്കിൾ ആന്റി ഒഫീഷ്യലിലേക്ക് 30 വയസ്സിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പുള്ള എന്റെ ലാസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. അതെനിക്ക് ജസ്റ്റ് ചില്ലയാണ് ഗൈസ്. ഞാൻ ഒറ്റ സ്പിരിറ്റുമ്മയാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. അതൊക്കെ ഞാൻ ഇനി ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഞാൻ കുസാരിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വെറുതെ തന്നെക്ക് എനിക്ക് തോന്നുന്നത്, മീൻസ് നമുക്കത് തോന്നൂലോ, പോവാൻ പലർത്തി പുറത്തേക്ക് പോവാം എന്നൊക്കെ തോന്നുമ്പോ ആരുമില്ലെങ്കിൽ ഞാൻ പുറത്തേക്കൊക്കെ പോകാറുണ്ട്. ഫോർട്ട് കൊച്ചി പോവും, അല്ലെങ്കിൽ മട്ടാഞ്ചേരി, അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാനിങ്ങനെ പോവലുണ്ട്. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മുത്തുണ്ണിയുടെ പിന്നാലെ ഇങ്ങനെ തലയാട്ടി നടക്കില്ല, നമ്മള് റീൽസ് കണ്ടിട്ടില്ല, അതേപോലെ ആയി മാറി. അപ്പൊ ഞാൻ ഇന്നലെ ആലോചിച്ചു, എന്റെ പഴയ കാലം എനിക്ക് എന്റെ ഈ 20s ലാസ്റ്റത്തെ ഒരു ഇതില് തീർക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ പോവുകയാണ് ഗൈസ്. ഞാൻ മുത്തുണ്ണിയോട് പറഞ്ഞു ഞാനിങ്ങനെ പോയാലോ എന്ന്. അപ്പൊ അവൻ ഫുൾ കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് തന്നെ ബൂസ്റ്റ് ചെയ്ത്. അപ്പൊ ഞാൻ പോവാണ്. എനിക്കറിയില്ല എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ എങ്കിലും എനിക്കിവിടെ ഫ്രണ്ട്സ് ആംസ്റ്റർഡാമിൽ തന്നെയുള്ള കാരണം എന്തിനും വിളിച്ചാൽ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ. എനിക്ക് എന്റെ ഇന്നത്തെ വീഡിയോസിൽ ചിലപ്പോൾ ആംഗിൾസും ഇതൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല, കാരണം എന്റെ ഒപ്പം മുത്തില്ല. അപ്പൊ ഞാൻ തന്നെക്കായിരിക്കും എടുക്കുക. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം എന്താവും എന്നുള്ളത്. എന്റെ മുത്ത് അത്ര വലിയൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എപ്പോഴും ഐ ലവ് യു പറഞ്ഞു നടക്കുക, അല്ലെങ്കിൽ സർപ്രൈസുകൾ തരിക, ഇതൊന്നും എന്റെ മുത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേങ്കിൽ അവൻ അതൊക്കെ പ്രകടിപ്പിക്കുന്നത് വേറെ രീതികളിലാണ്. ഇപ്പൊ രാവിലെ ഏകദേശം ഒരു 7:30 ആയപ്പോഴേക്കും ആള് എഴുന്നേറ്റ് പോയി. പക്ഷെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും എനിക്കുള്ള കോഫിയും അതേപോലെ എനിക്കുള്ള സ്മൂത്തിയും എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടാണ് ആള് പോയിരിക്കുന്നത്. അയ്യോ, എനിക്ക് കണ്ണീന്ന് വെള്ളം വരുന്നു ഗൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സ്മൂത്തിയുടെയും കോഫിയുടെയും കാര്യമാണ്. അപ്പൊ രാവിലെ 7 മണിയൊക്കെ ആയപ്പോഴേക്കും 7:15 ആയപ്പോഴേക്കും ആള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7:15 ആയപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി ഡോറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അവൻ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള കാര്യമല്ല നമ്മൾ പറഞ്ഞു വന്നത് ഗൈസ്. അതെ, അപ്പൊ അവൻ എങ്ങനെയാണ് എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ചിലപ്പോൾ ചാർജ് ഉണ്ടാവില്ല, എവിടെയെങ്കിലും ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തായിരിക്കാം എനിക്ക് ചാർജ് ഉണ്ടാവാത്തത്. അപ്പോൾ ഇവനറിയാം ഞാൻ ചാർജ് ചെയ്യില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്യും, എൻ്റെ ഫോണൊക്കെ കൊണ്ടുപോയി ചാർജിനിടും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, അതെന്താ പറയുക, നമ്മളിങ്ങനെ അവർക്ക് പല രീതിയിൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കില്ലേ. അപ്പൊ എല്ലാവരും എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഐ ലവ് യു ഉമ്മയൊന്നും തരണ്ട. അയ്യോ, എനിക്ക് കരച്ചിൽ വരുന്നു ഗൈസ്. എനിക്ക് എന്താണെന്നറിയില്ല, ഞാനിന്ന് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ. ഞാൻ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആവാത്ത ഒരാളായിരുന്നു. ഓക്കെ, ഇഷ്ടംപോലെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബർത്ത്ഡേ വിഷാണ് ഇന്ന്. ഒന്നൊന്നില്ലാത്ത പോലത്തെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്
നമ്മളെ അവരെ അങ്ങനെ പല രീതിയിൽ കൂടെ ആയിരിക്കാം നമ്മൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറിക്കും ഫസ്റ്റത്തെ ഒരു കൊല്ലങ്ങളുള്ള വെഡിങ് ആനിവേഴ്സറിക്കും അതേപോലെ തന്നെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ എന്നും തല്ലുണ്ടാക്കും. അവൻ ഒന്നും ചെയ്യില്ല, അവൻ പ്ലാൻ ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മുത്ത് എനിക്ക് ചെയ്തു തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ദേഷ്യപ്പെടും അവനോട്. ഇന്ന് ഞാനത് കാരണം കൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇന്ന് ടാറ്റൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത് ഗൈസ്. അയ്യേ ഭയങ്കര ക്രിഞ്ചാവുന്നുണ്ടല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ബസ് കയറാൻ വേണ്ടി പോയോണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ മുത്തുണിയുടെ കോട്ട് ഇട്ടിട്ടാണ് ഇന്ന് പോണത്. കാരണം അവൻ്റെ കോട്ട് ഭയങ്കര വാമാണ്. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾക്ക് തന്നെ ചൂടെടുക്കും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം തുറന്ന് നോക്കിയിടണം. അങ്ങനത്തെ ഒരു കോട്ടാണ്. അയ്യോ, ഇവിടെ നിന്ന് ഒരു ബസ് കയറി കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിരിക്കും പോകേണ്ടി വരിക. കാരണം കുറച്ച് ലേറ്റായി, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിച്ചാൽ നമുക്ക് നേരെ സെൻട്രൽ സ്റ്റേഷനിൽ പോയി 2 ഡ്രസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ പോവാം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് പിടിച്ച് വന്നപ്പോഴേക്കും നേരം കുറച്ചധികമായിട്ടുണ്ട്. ഞാൻ ആംസ്റ്റർഡാം എത്തി. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആഞ്ചപ്പാറയിലേക്കാണ്. ട്രാം നമ്പർ 12 ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഞ്ചപ്പാറയുടെ അവിടെ എത്താറായിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണെന്ന് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് അശ്വതി പറയാറുണ്ട്. അപ്പോൾ അവിടെ വന്ന് എന്തായാലും കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ലേ നമ്മൾ കഴിക്കണ്ടേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ. ഞാൻ വിചാരിച്ച ഇന്നും മഴയാണ്, പിന്നെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്, വീക്ക് ഡേ ആണ്, വീക്കെൻഡ് അല്ലല്ലോ. പക്ഷേ നിറച്ച ആൾക്കാരാണ്, സെൻറ്റർ മുഴുവൻ ആൾക്കാരാണ്. എപ്പോൾ ഞാൻ വന്നാലും ഇതേപോലെ തന്നെയാണ്, ഫുൾ തിരക്കാണ്. കട എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോകണം. അവിടെ നമ്മുടെ ഓയിൽ ബോൾ കിട്ടും, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കച്ചരട്ട. പിന്നെ ഗ്ലൂ വൈൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ കുടിക്കണം, തിന്നണം. ഇന്ന് ഞാൻ അടിച്ചു പൊളിച്ചു. ഞാൻ അവിടെ റിസർവേഷനൊക്കെ എടുത്തിട്ടുണ്ട്, സ്ഥലത്തി ഞാൻ കയറി നോക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ എന്തിനാണ് ആ പാട്ട് അവിടെ ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തലയാട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്ത് വൈബാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ തമിഴ് പാട്ടുകൾ, മലയാളം പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ തലയൊക്കെ ചെറുതായിട്ട് ആടില്ലേ. കാരണം നമുക്ക് അറിയുന്ന പാട്ടുകൾ, നമ്മൾ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം ഞാൻ ഈ വട്ടം ഓർഡർ ചെയ്തത് നമ്മുടെ മട്ടൻ ബിരിയാണി കോംബോ ആണ് കേട്ടോ. അതായത് മട്ടൻ ബിരിയാണി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ചിക്കൻ എൻ്റെ ഒരു കറി ഉണ്ടായിരിക്കും, ചിക്കൻ മസാല ഉണ്ടായിരിക്കും, പിന്നെ ഒരു ചപ്പാത്തിയും കിട്ടും. ഒപ്പം നമ്മുടെ സ്വന്തം ചായ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടിച്ചായ എന്നല്ല നമ്മൾ പറയുന്നതിനെ. അപ്പോൾ അടിച്ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേസരി ആയിരുന്നു. അപ്പോൾ ഇത്ര സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു മതി, നിർത്ത്, ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പറഞ്ഞാൽ മതിയെന്ന്. എനിക്ക് നമ്മുടെ വടയില്ലേ, ഇവിടെ അതിന് വേറൊരു മെതുവടയുടെ ഒപ്പം ഒരു സംഭവം കൂടി കിട്ടുമല്ലോ, സാമ്പാർ മെതുവട, അതും കൂടി എനിക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആൾ പറഞ്ഞു ചിലപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മതിയാവും, അതിന് ശേഷം നമുക്ക് ഓർഡർ ചെയ്താൽ പോയെന്ന്. ഓക്കെ, അപ്പം ഞാൻ ആൾ പറയുന്നതൊക്കെ കേട്ട് അത്ര ഓർഡർ ചെയ്ത് നിർത്തി. സാധനങ്ങളൊക്കെ വന്നു, ഞാൻ ആ പാട്ടൊക്കെ കേട്ട് ഞാൻ വിചാരിച്ചു തന്നെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബോറായിരിക്കും ചിലപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ തന്നെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. ആ പാട്ടും പിന്നെ നമ്മുടെ സ്വന്തം സൗത്ത് ഇന്ത്യൻ ഫുഡാകുമ്പോൾ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതിന്. അപ്പോൾ അതെല്ലാം കഴിച്ചു. പിന്നെ വന്നത് കേസരി ആയിരുന്നു. പക്ഷേ കേസരി കഴിക്കാനായിട്ടുള്ള ആ ഒരു വയറ് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം അത് പാക്ക് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല ഇത് ഫുള്ള് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ കേസരിയും കൂടി പറഞ്ഞ് അത് ഞാൻ പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇനി മ്യൂസിയം പ്ലേയിലേക്ക് പോവുകയാണ്. ഫുഡിൻ്റെ രുചിയേക്കാളും എനിക്ക് അവിടെ ഇഷ്ടപ്പെടുന്നത് അവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം പാട്ട്, അതായത് നമ്മുടെ സ്വന്തം മീൻസ് തമിഴ് പാട്ടുകളാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. നല്ല അസലിങ്ങനെ കേട്ടിരിക്കാൻ വരണ പോലത്തെ പാട്ടുകളൊക്കെ കേട്ട് ഞാൻ ഏകദേശം 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. ഫോൺ ചാർജ് ചെയ്തു. ഫുൾ ടൈം വീഡിയോ എടുത്ത് മാപ്പ് വിട്ട് നടക്കുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ട്
അയ്യോ അമ്മമ്മ ചിരിക്കാൻ നോക്കിയിട്ട്. അങ്ങനെ അവിടെ മ്യൂസിക്കൊക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇനി ഞാൻ പോകുന്നത് മ്യൂസിയം പ്ലെയിനിലേക്കാണ്. മ്യൂസിയം പ്ലെയിനിൽ ഇന്ന് തൊട്ട് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. എന്താ ചെയ്യുന്ന പറ, എൻ്റെ ബർത്ത്ഡേ നെതർലാൻഡ്സ് ഫുൾ കൊണ്ടാടുകയാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ അവിടെ വരെ പോവുകയാണ്. കൈയൊക്കെ തണുത്തിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് നേരത്തേക്ക് ഫോൺ പിടിച്ച പോലെ തന്നെ നിൽക്കും എൻ്റെ കൈയൊക്കെ. മൂക്കൊക്കെ ചുമന്ന്. ഓക്കെ, പക്ഷേ നമുക്ക് പോവാം, അവിടെ പോയി കാണാം. ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, ഇന്ന് സ്റ്റാർട്ടിങ് ഡേറ്റ് ആണ്. പിന്നെ ഇന്നൊരു വ്യാഴാഴ്ചയാണ്. അപ്പം അത് കാരണം കൊണ്ട് വീക്കെൻഡ് അല്ലാത്ത കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ആൾക്കാരുണ്ട് ഗൈസ്. ഇനി എനിക്ക് അതല്ല വിഷമം. എനിക്ക് ബ്ലൂ വൈനും ഓയിൽ ബോൾസും കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയാത്തണ്ട്. കൈ നോക്കി തണുത്തിട്ട് കണ്ട മട്ടങ്ങുന്നില്ല ഗൈസ്. ഐ, ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട്, ഒച്ചയും പാട്ടും വേളൊക്കെ ഉണ്ട്. നോക്കട്ടെ. ഇവിടെ ഐസ് സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഐസ് സ്കേറ്റിങ് ഇതൊക്കെ ആക്കും എന്നാണ് ഞാൻ വായിച്ചത്. അത് ഇന്ന് തൊട്ട് തുടങ്ങുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നിന്ന് നമ്മൾക്ക് ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷൂ റെന്റിന് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ ഒരു ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്? അയ്യോടാ, അവിടെ വീടുണ്ട് കുറേ എണ്ണം. പിന്നെ കണ്ടോ, ചെയർസ് ഇങ്ങനെ തരും, നമുക്ക് അതുമ്പോൾ പിടിച്ചിങ്ങനെ പോകാനായിട്ട് പറ്റും. മുത്തണ്ണുകടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്താണ്. എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഗൈസ്. നല്ല രസമില്ലേ കാണാനായിട്ട്? ഇന്നിവിടെ സ്റ്റാർട്ടിങ് ഡേ ആണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു ഉത്സാഹമായിരിക്കും എല്ലാവരും ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ ഒരാൾ കുറേ നേരമായി പോകാനുള്ള ശ്രമം നടത്തുന്നു, പറ്റുന്നില്ല ഗൈസ്. ഇത് വലിയ കുഴപ്പമില്ല, ചെയറ് കയറ്റിക്കൊണ്ടുപോയാ. നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോയാലോ? ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ഞാനൊന്നും കൂടി പറയാം. നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ, ഞാനൊക്കെ കേട്ടോ നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവർ ചിലപ്പോൾ ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരു ഗ്ലാസ് ബിയർ ആയിരിക്കാം, അതിൻ്റെ ഒപ്പം ഒരു ടച്ചിങ്സ് പോലും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവർ ആ ബിയറും വെച്ച് ഏകദേശം ഒരു 2, 3, 4 മണിക്കൂറൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വന്നപ്പോൾ ഞങ്ങൾക്കിതൊരു കൗതുകമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിലും പിന്നീട് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇങ്ങനെ പറയാനായിട്ട്. അതൊക്കെ കണ്ട് ബാക്കിയുള്ളവരൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കമൻ്റൊക്കെ അടിച്ചിങ്ങനെ ഇരുന്ന് ആസ്വദിക്കാനുള്ള ഒരു സമയം കൂടിയാണ് എന്നുള്ളത്. വർത്താനം പറഞ്ഞ് ഞാൻ ക്രിസ്മസ് മാർക്കറ്റ് എത്തി എന്നുള്ള കാര്യം പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നൊരു 3 പെയിൻറ്റിങ്സ് വാങ്ങിച്ചു കേട്ടോ. ഞാൻ എല്ലാ വട്ടവും വിചാരിക്കും നമുക്ക് വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെയിൻറ്റിങ്സ് വാങ്ങണം എന്നുള്ളത്. പക്ഷേ അത് അങ്ങോട്ട് തട്ടി മാറിപ്പോവും. ഈ വട്ടം ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ മുത്ത് പറഞ്ഞു, നീ അവിടെ എന്തെങ്കിലും നല്ലത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എന്നുള്ളത്. അപ്പം ഞാൻ ഒരു ലിമിറ്റഡ് എഡിഷൻ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 250 എണ്ണമാണ് ആ പെയിൻറ്റ് ഉള്ളത്. അതിൽ 37ാമത്തെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് 30 യൂറോ ആണ് ആയത്. ഒറിജിനൽ പെയിൻറ്റാണ്. അതേപോലെ തന്നെ ഞാനൊരു അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് വേറെ 2 ചെറിയ പെയിൻറ്റിങ്സും കൂടി വാങ്ങിച്ചു. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. അതിനായത് 5 യൂറോ വെച്ചിട്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഞാൻ ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, കാർഡല്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയാനും പറ്റുന്നില്ല. പിന്നെ അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ ഗ്ലൂ വൈൻ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് കുടിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഗ്ലൂ വൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും വാങ്ങിച്ച് കുടിച്ചു. അത് കുറച്ച് സ്ട്രോങ് ആയിരുന്നു കേട്ടോ. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതും കുടിച്ച് കുറച്ച് നേരം ക്രിസ്മസ് മാർക്കറ്റിലും ചുറ്റി. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടത് നമ്മുടെ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഈ വരുന്ന ട്രാം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ.
കണ്ടോ, ആൾ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഞാൻ നമ്മുടെ ബോട്ടിൻ്റെ അവിടേക്ക് നടന്നു പോകുന്ന വഴിയിലാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ. പോകുന്ന വഴിയിൽ ഫുള്ളും ലേറ്റാണ്. ഫുൾ ലേറ്റ് എന്ന് വെച്ചാൽ ഫുൾ ലേറ്റാണ് എവിടെ നോക്കിയാലും. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മുത്തുണ്ണി ചില കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാതെ. അപ്പോൾ അതും ഇതും കൂടി ഞാൻ ഇനി മിക്സ് ആക്കി. ബോട്ടിലേക്ക് കയറാണ്. നമ്മൾ പറഞ്ഞില്ലേ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പോകണം എന്നുള്ളത്. Which side is best? There's no sides. Okay. Which is best? Okay, thank you. Okay, there you go. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മളെവിടെ ഇരിക്കുക? ഏറ്റവും പിന്നിലിരിക്കാം. അപ്പോൾ നമുക്ക് കാണാൻ നല്ല രസത്തിൽ കാണാലോ. ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. ഞാനാണ് ഇന്ന് വീഡിയോയിലുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ചിന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ ബർത്ത്ഡേക്കാണ് പുള്ളിക്കാരി എനിക്ക് സർപ്രൈസ് തരാറ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സർപ്രൈസ് അറ്റംപ്റ്റ് നടത്താൻ പോവാണ്. അപ്പൊ എൻ്റെ ഒപ്പം ഉള്ളത് ഇന്ന് അതുളും അശ്വതിയാണ് ഇതില് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, പ്രശ്നമല്ല, 2 ദിവസമായിട്ട് ഞങ്ങൾ ചെറിയൊരു പിണക്കത്തിലാണ്. ഞാൻ മനഃപൂർവ്വം പിണങ്ങി നിൽക്കാണ്. അപ്പൊ പുള്ളിക്കാരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ന് എനിക്ക് ഓഫീസിൽ വരണം. സാധാരണ ബർത്ത്ഡേസിന് അവർക്കൊക്കെ ഹോളിഡേയ്സ് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് എന്തായാലും ഓഫീസിൽ വരണം. മാത്രമല്ല ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു ഡിപ്ലോയ്മെന്റ് ഉണ്ട് പ്രൊഡക്ഷനിൽ. അപ്പൊ ഞങ്ങൾ ലേറ്റ് ആവും എത്താൻ. അപ്പൊ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഏതെങ്കിലും പുറത്ത് പോയി ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാം, അപ്പോൾ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സർപ്രൈസ് എന്ന രീതിയിൽ ഞാൻ ഓൾറെഡി ഒരു കേക്ക് ഒക്കെ ഓർഡർ ചെയ്തു, ഗിഫ്റ്റുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഹാമ വഴി അവളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു കേക്ക് മുന്നിൽ കൂട്ടിയിട്ട് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ബൊക്കെ, ഒരു വൈൻ ഒക്കെ ഞാൻ ഇവിടെ നിന്ന് റോട്ടർഡാമിൽ നിന്ന് തന്നെ മേടിച്ച് സെറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് സഹായത്താല് മേടിച്ച ഗിഫ്റ്റുകളുണ്ട്. ഒരു ബാഗ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു ബർത്ത്ഡേ കാർഡ്, പിന്നെ നമ്മളെ പുള്ളിക്കാരിക്ക് എന്തില്ല ഗിംബലില്ല. അപ്പം ഞാനൊരു ഗിംബൽ, പിന്നെ നമ്മുടെ ഒരു റിബോക്കിൻ്റെ ഒരു ഷൂ, ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ സമയം 7 മണി 8 മണി ആവാറായി. ഇനി ഞങ്ങൾക്ക് റോട്ടർഡാമിൽ നിന്ന് വീട്ടിലെത്തണം. അതിൻ്റെ ഇടയിൽ അശ്വതിനെ പിക്ക് ചെയ്യണം, എന്നിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനാണ്. ബാക്കി നമുക്കിനി പോണ വഴിക്ക് കാണാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫുള്ള് വെള്ളമാണ്, ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നിലോട്ട് വന്നു. പിന്നിൽ കണ്ട കുറച്ചും കൂടി ക്ലിയർ ആണ്. സോ ഞാൻ വിചാരിച്ചു പിന്നിലിരുന്ന് നമുക്ക് വീഡിയോസ് എടുക്കാം, അതല്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പം ഞാൻ പോകുന്നത് ഇതേപോലത്തെ ബോട്ടിലാണ് കേട്ടോ. അത് ഫസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം വന്നപ്പോഴേക്കും അവർ ഞങ്ങളെ പിടിച്ച് കയറ്റി. ഞാൻ 5:30 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ 4:30 ആൾക്കാരില്ല. അപ്പം എന്നോട് 5:30 വേണമെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ കയറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട് കുറച്ചും കൂടി സമയം കിട്ടുമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആംസ്റ്റർഡാമിലെ ലൈറ്റ് ഫെസ്റ്റിവൽ കാണുന്നത്. എനിക്ക് ചെന്ന് കണ്ടപ്പോൾ തോന്നിയത്, നമ്മുടെ കൊച്ചിയിൽ ബിനാലെയൊക്കെ നടക്കില്ലേ, അപ്പോൾ കുറേ ആർട്ട് വർക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ച് ബുദ്ധിജീവികളായ ആൾക്കാർക്കായിരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്യൂരിയസ് ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാർക്കായിരിക്കും ഈ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളുടെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുക അല്ലേ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, പക്ഷെ ചിലതൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ലൈറ്റുകൾ ഇങ്ങനെ പലതരത്തിൽ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിൻ്റെ ആധികാരികമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ നമ്മുടെ ബോട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ ഹേമയിലേക്ക് വന്നു, ഡാം സ്ക്വയറിലേക്ക് വന്നു. വേറെ ഒന്നല്ല, ചൂച്ചി പോകണമായിരുന്നു ഗൈസ്. എനിക്ക് മൂത്രമുള്ള മുട്ടിയിട്ട് പാടുണ്ടായില്ല. സോ ഞാൻ നേരെ അവിടെ നിന്ന് ഹേമയിൽ വന്നു, ചൂച്ചുള്ളി. ഇനി ഞാൻ പ്രൈമാർക്കിലേക്ക് പോവാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ വേറൊരു ടിസ്റ്റും കൂടി ഉണ്ട് ഇതിൽ. എൻ്റെ ഫോണിൻ്റെ ചാർജ് 39% ആയി ഗൈസ്. എനിക്കറിയില്ല എത്രത്തോളം ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ബട്ട് ലെറ്റ്സ് സീ. അപ്പം ഞാൻ പ്രൈമാർക്കിൽ പോയിട്ട് 1-2 ഡ്രസ്സൊക്കെ എടുക്കട്ടെ. ഞാൻ വലിയ ഷോപ്പിംഗ് ഒന്നല്ല ഉദ്ദേശിക്കണേ, എന്നാലും 2 ഷർട്ട് എടുക്കണം. കാരണം എനിക്ക് ഓഫീസിൽ പോകാൻ ഇപ്പോൾ കുറച്ച് കട്ടിയുള്ള വിൻ്റർ വെയേഴ്സ് വേണം. എൻ്റെ ആകെ സമ്മർ വെയർ മാത്രമേ ഉള്ളൂ. സോ ഐ എം ഗോയിങ് ടു പ്രൈമാർക്ക്. ഞാനത് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാ കണ്ടോ, അത് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു കോട്ടും കൂടി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഞാൻ ഡ്രസ്സുകളെല്ലാം ഇട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്.
മുത്തുണിക്ക് ഇതിൻ്റെ ഓരോ ഫോട്ടോ അയച്ചു കൊടുക്കണം. അവൻ എന്തോ ഒരു പ്രൊഡക്ഷൻ കോഡിൽ ഇരിക്കുകയാണ്. സോ വരാൻ ഇനിയും നേരം വൈകും, മിക്കവാറും 8:30 ആവും എത്തുമ്പോൾ. അപ്പോൾ എന്നോട് അത്ര നേരം ഇവിടെ കിടന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും നന്നായിട്ട് അവൻ വരുന്ന വരെ ഷോപ്പ് കഴിഞ്ഞ് എത്രത്തോളം കിട്ടുന്നോ എത്രത്തോളം ജവാബും. അങ്ങനെ ഞാൻ ട്രയൽ റൂമിൽ എത്തിയിട്ടുണ്ട്. 9 ഞാൻ ട്രയൽ ചെയ്യാൻ കൊണ്ടിട്ടുണ്ട്. എത്ര എണ്ണം വാങ്ങുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇവിടുത്തെ വേറൊരു സംഭവം കൂടി നിങ്ങൾക്ക് അയ്യോ സോറി ഗൈസ് ഞാൻ വേറൊരു സംഭവം കൂടി നിങ്ങൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഡോറ് ഇങ്ങനെയാണ്. ജസ്റ്റ് ഒരു കർട്ടൻ മാത്രമേ ഉള്ളൂ. ഗേൾസിനും ബോയ്സിനും എല്ലാവർക്കും ഇത് തന്നെയാണ് ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ഇത് വന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു അതായത് എന്താ പറയുക, നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരാളെ പുറത്ത് നിർത്തും, അതിൻ്റെ അടുത്ത ആൾ അകത്ത് കയറി ഡ്രസ് ചേഞ്ച് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നോ ഇഷ്യൂസ്. സോ വി ക്യാൻ ചേഞ്ച്. ഞാൻ എല്ലാം ട്രയൽ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ, കാരണം എല്ലാം കാണിക്കുമ്പോൾ എൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെയധികം കൂടിപ്പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 എണ്ണം മാത്രമാണ് കാണിക്കുന്നുള്ളൂ. ഇതിൽ ഒരെണ്ണം എനിക്ക് സൈസ് കൂടിയിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. ഈ ഗ്രീൻ കളർ സൈസ് കുറച്ച് കൂടുതലായിരുന്നു, അതിന് സൈസ് ചെറുതുണ്ടായിരുന്നില്ല. ഫുള്ളായിട്ടുള്ളത് ഒരെണ്ണം വാങ്ങിച്ചു. കാരണം നമ്മൾക്കിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ലോങ് ഡ്രസ്സ് ഇടുമ്പോൾ എൻ്റെ കോട്ടൊക്കെ ഇത്ര വരെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഡ്രസ്സ് നിൽക്കും, അത് കാണുമ്പോൾ ഒരു വൃത്തികേട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫുൾ സൈസിലുള്ളൊരു കോട്ട് വാങ്ങാൻ പോവാണ് ഗൈസ്. കണ്ടോ, നല്ല ചൂടെടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നല്ലതായിരിക്കുന്നതാണ്. കാരണം മുത്തുണ്ണിയുടെ കോട്ട് അടിപൊളി സാധനം. ഞങ്ങളത് റിസർവ്ഡിൽ നിന്നാണ് വാങ്ങിച്ചത്. റിസർവ്ഡ് ആണോ ഓ എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ എവിടെയെങ്കിലും കൊടുക്കാട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ അന്നത് വാങ്ങിച്ചത്. അത് നല്ല കോട്ടായിരുന്നു. അതേപോലെ എത്ര എനിക്ക് നോക്കിയെങ്കിലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്കിത് കുറച്ച് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ നമുക്ക് ഇങ്ങനെ ഇടാനുള്ള സ്ഥാനമൊക്കെ ഉണ്ട്. കുറച്ചും കൂടി വാമറായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാങ്ങുന്നുണ്ട് കേട്ടോ ഒരെണ്ണം. അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാൻ ഒരു 2 എണ്ണത്തിൻ്റെയും കൂടി സ്മോളർ സൈസ് നോക്കി. പക്ഷേ ആ സ്മോൾ എന്ന് പറഞ്ഞാലും ഭയങ്കര ലൂസാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രാ സ്മോൾ നോക്കി കിട്ടിയില്ല. സോ ഇവിടെ വെച്ച് നിർത്തി, പ്രൈമാർക്കിലെ ഷോപ്പിംഗ് നിർത്തി. എനിക്കിനി ന്യൂയോർക്കറിലും കൂടി പോകണമെന്നുണ്ട്. അപ്പം അതാ ഒരു സഞ്ചി നിറച്ച് ഞാൻ വാങ്ങിച്ചു കൈസ്. നമ്മളവിടെ എന്താ പറയില്ല, ബിഗ് ഷോപ്പർ അത് നിറച്ച് വാങ്ങിച്ചു കൈസ് ഞാൻ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ഷോപ്പിംഗ് സെൻറ്ററിൽ വെച്ച് കാണാം അല്ലേ. വാ പോവാം. യെസ് ഗൈസ്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ന്യൂയോർക്കറിൽ കയറി അത്രയും നല്ലതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം തീരാറായി ഗൈസ്. ഓൺലി 25 ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ മുത്തുണ്ണിനെ വിളിച്ച് പറഞ്ഞു, മേ ബി ഇനി അവൻ എന്നെ വിളിക്കുമ്പോൾ കിട്ടില്ല എന്നുണ്ടെങ്കിലോ. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു ചാർജ് 25 ആയിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഇനി റിസ്ക് എടുക്കണ്ട, നീ പോരെ, അല്ലെങ്കിൽ ഏതെങ്കിലും കഫേയിൽ കയറിയിട്ട് ചാർജ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇനി കഫേയിൽ കയറി ചാർജൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അവനവിടെ എത്തും. അവനവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇനി നേരെ വീട്ടിൽ പോവാം. അവനെ കണ്ടു കിട്ടിയിട്ട് നമുക്ക് ചാർജ് പോയാലും കുഴപ്പമില്ലല്ലോ. ഒന്നാമത് ഞാനിങ്ങനെ തനിക്ക് പോന്നിട്ടില്ല. ബസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 8:45 നമ്മുടെ സെൻട്രൽ സ്റ്റേഷനിൽ ബസ് ഉണ്ട്. സോ ഞാൻ അതിൽ പോകും ഗൈസ്. അപ്പൊ നമ്മള് റോട്ടർഡാമിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മള് അശ്വതീനെ എടുത്തു. ഓൾറെഡി അതുകൊണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇനിയാണ് സർപ്രൈസിന്റെ അടുത്ത ഘട്ടം. അപ്പോൾ ഞാനിവരെ വീട്ടിലിറക്കാനാണ് പരിപാടി. സത്യത്തിൽ എൻ്റെ വീടിന്റെ താക്കോലില്ല. താക്കോല് നമ്മുടെ നൈബറിനേലുണ്ട്. അപ്പൊ അവരുറങ്ങിയിട്ടില്ലെങ്കിൽ അവരുടെ താക്കോല് മേടിച്ച് ഇവരുടെ വീടിന്റെ അകത്താക്കും. അപ്പൊ ഇവര് മറ്റേ കേക്കും കാൻഡിലും കത്തിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഓൾറെഡി ചിന്നു ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ആള് ഒറ്റയ്ക്ക് ആംസ്റ്റർഡാം ഇറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പൊ ആള് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ടൗണിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പൊ ഞാൻ ഇവരെ വീട്ടിലിറക്കിയിട്ട് പുള്ളിക്കാരിനെ എടുക്കാൻ പോവും. അങ്ങനെ ഞാന് പറഞ്ഞ് ആളെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. സോ ഗൈസ്, ഞാനിനി അവരൊക്കെ വീട്ടിലാക്കിയിട്ട് ഇനിയിപ്പോ ചിന്നുവിനെ എടുക്കാൻ പോവാണ്. അപ്പൊ ഇനി അവളെ കണ്ടിട്ട് പറയാം ബാക്കി കാര്യം. എൻ്റെ ഫോൺ ചാവുന്നതിനേക്കാൾ മുമ്പേ ഞാൻ അവന് മെസ്സേജ് അയച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു,
ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്, ഞാൻ അവിടെ ഉണ്ടാവും, എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു, ഇനി എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ നേരെ അവിടെ ചെന്ന് ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ഒരാളുടെ കയ്യിൽ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഇട്ടു. എൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെ വരുന്നു, ഡിന്നർ കഴിക്കുന്നു, അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അത് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ കിച്ചൺ 10 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഫുഡിന് ഓർഡർ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഇവൻ ഓടി വന്നിട്ട് പറഞ്ഞു, പറ്റില്ല, നമുക്ക് വേഗം വീട്ടിൽ പോകണം, എനിക്കിന്നൊരു സുഖമില്ല, വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫുൾ ടയേർഡാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വർക്ക് കഴിഞ്ഞ് വന്നതല്ലേ, നമുക്ക് നേരെ വീട്ടിൽ പോകാം. അപ്പോൾ അലീനയ്ക്ക് അറിയില്ലാതെ അലീനെ പിക്ക് ചെയ്യാൻ വേണ്ടി ജോൺ പോയിട്ടുണ്ട്. അലീനെ അറിയാതെ നമ്മൾ അവരുടെ വീട്ടിൽ കയറിയിരിക്കുകയാണ്. ജോൺ നമ്മളെ അത്താക്കി തന്നു. നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ജോൺ വാങ്ങിയതാണ് ആക്ച്വലി. കേക്ക്, പൂവ്, വൈന്. അപ്പോൾ അവൾ വന്ന് കയറും. അപ്പോൾ അവൾ നമ്മളിവിടെ ഉള്ളത് അവൾ അറിയില്ല. നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി മിണ്ടാണ്ടിരിക്കണം. അത് ഞെട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ വിളിച്ചിരിക്കാൻ പോവാ. ഞെട്ടി പേടിക്കാതിരുന്നാൽ മതിയായിരുന്നു. എനിക്കതാ ടെൻഷൻ. ഗൈസ്, അവർ വന്നിട്ടുണ്ട്. അവർക്കറിയില്ല നമ്മളുള്ള കാര്യം. ഹാപ്പി ബർത്ത്ഡേ. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ആ പിന്നോട്ട് വലിഞ്ഞപ്പോ ഒരേ ഒരാൾ, ഒറ്റ ഒരാളേ ഉള്ളൂ. എടുക്കുന്നുണ്ട്. ഇവന് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഫുഡ് വെച്ചിട്ട് പോവാണ്. അപ്പൊ എന്റെ ടീമിലാകെ പ്രശ്നം. അന്നേരാണ് ഫുഡ്. എനിക്ക് ഡൗട്ട് അടിച്ചു. പിന്നെ ഞാൻ പിന്നെ ഉണ്ടായി. ഞാൻ അല്ല, ബാഗ് ഇവിടെ ഉണ്ട്. സാഡായിട്ട് ഇനി ഒന്നുമില്ല, എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇങ്ങോട്ട് കേറി വരുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ താല്പര്യമൊന്നുമില്ല. ഇതുപോലെ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടോ വീടിനകത്ത് ആൾക്കാര്? പതുക്കെ നോക്കണം കേട്ടോ. ആണോ? ഞാനിതൊന്നും കട്ട് ചെയ്യുന്ന Happy birthday to you. Happy birthday dear Chinnu. ഫോട്ടോ കാണിച്ചില്ല. ഫോട്ടോ എടുത്തില്ലേ? വേണമെങ്കിൽ പറയൂ. പറഞ്ഞോ. അടിച്ചിട്ട് ഇന്ത്യൻ ഞാനും നേരം ഒരു കോക്ടെയിൽ ഓർഡർ ചെയ്തു. കൊടുക്ക തന്നോളാ. ഞാൻ അയ്യടാ ഞാൻ രാവിലെ പറഞ്ഞോളൂ ഇവർക്ക് സർപ്രൈസ് ഒന്നും തരില്ല. പക്ഷെ ഇവല്ലേ ബാക്കിയുള്ള രീതിയിലും നന്നായി സ്നേഹിക്കും. ഞാനാണെങ്കിൽ ഒരാഴ്ച തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസം കട്ടില് കൊടുക്കും, മൈൻഡില്ലാത്ത പോലെ. അവസാനം ഇങ്ങനെ ഇവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ ജോയിന്റ് ആയി വന്നു. എന്നാലും പ്രതീക്ഷിക്കാനല്ല ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചല്ലേ. ഞാൻ പറയാ എനിക്ക് ഞാനറിയാണ്ട് എനിക്ക് ചാർജ് ചെയ്ത് തരും. ഫോണിൽ ചാർജ് ഒന്നുമില്ലേ? അതൊക്കെയാണ് അത് പറഞ്ഞാൽ ആശ്വസിക്കാറുണ്ടല്ലേ. ഞാനങ്ങനെ പറഞ്ഞിട്ട്
മുൻപേ ഇന്റർവ്യൂ കൊടുത്ത് പോയത് ആരാ? ഹാപ്പിയാ എടാ ഹാപ്പിനെസ് തീരാനില്ല. താങ്ക് യു ഗൈസ്. ഗൈസ് അപ്പൊ നമ്മുടെ ആദ്യത്തെ കട്ടോടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത കട്ട ഇനി വരും. ഓക്കെ ഓക്കെ എങ്ങോട്ടേക്കാ ഓടണേ? എന്താണ് ആ ബാഗ് ഗിഫ്റ്റ് തുറന്നോക്ക് അല്ലാണ്ട് നോക്കണം. അല്ല ഇത് തുറന്നാ മതി. വീഴരുത്, വേണമെങ്കിൽ ഇരുന്ന് നോക്കിക്കോ. ഫിറ്റ് ആയിട്ടല്ല ഫിറ്റായിട്ടല്ല, കൊണ്ടാ. അല്ല എന്റെ ഷൂസിന്റെ വെള്ളിമ ചവിട്ടിയതാ ഞാൻ. ഇതൊക്കെ എത്ര ദിവസത്തെ പ്ലാനിങ് ആണൊക്കെ നീ അറിയണം അലീന. ഇവള് 2 വട്ടം വിളിച്ചപ്പ ഞാൻ ഇവള് വിളിക്കുമ്പോ 2ാമത്തെ വട്ടവും ഇവള് വീട്ടിൽ തന്നെയാ. ഞാൻ കിടപ്പല്ലേ. ഞാനപ്പൊ ഇവനോട് പറയായിരുന്നു പാവം അവൾക്ക് വയ്യാണ്ട് എടുക്കാതൊക്കെ. എന്റെ അടുത്ത് പാവടാ വയ്യാണ്ടായിരിക്കാ. എനിക്കിപ്പോഴും വേദനയുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. ഓ മൈ ഗോഡ്, എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. വേഗം വായിക്കാൻ പറ്റുന്നുണ്ടോ? കണ്ണ് നിറഞ്ഞിട്ട് വായിക്കാൻ പറ്റുന്നില്ല. എന്റെ ഷൂ കേടായിട്ട് കൊറേ നാളായി, പക്ഷെ പിശിക്കുക ഞാൻ വാങ്ങുന്നത്. ഞാനെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. തുറന്നോക്കാൻ പറ്റൂ? എന്റെ ഫുള്ള് സ്ഥലം ഷെഡായിരുന്നു. ഷെഡിനുള്ളിൽ പോയിട്ട് രാവിലെ എണീക്കണം, 6 മണിക്ക് എണീക്കണം. 8 മണി 9 മണിയാവില്ല. അപ്പൊ അതിന് മുന്നേ പോയിട്ട് വേണം ഇതൊക്കെ. ശരിയാട്ടാ, വേറെ എവിടെ വെച്ചാലും ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു. പുതിയ മെയിൽ ഐ ഡി വരെ ഉണ്ടാക്കി. ഇവളുടെ ഫോണിൽ എന്റെ ഒരു മെയിൽ ഐ ഡി ഉണ്ട്. സാധാരണ എല്ലാത്തിലും ബാഗുണ്ട്. ഇനി മാസ്ബരിക ഇനി ഗിംബലിന്റെ കാലം. വീഡിയോസ് ആണ് കാണാൻ പോണത്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് തന്നെ. കഴിഞ്ഞിട്ടില്ല, ഈ കഥകളുണ്ട്. ഇവരെങ്ങനെയൊക്കെ ഇതെനിക്കറിയില്ലായിരുന്നു. ബർത്ത്ഡേ കാർഡ് ഇത് ജോണിനെ അറിയിക്കാതെ ഞങ്ങൾ നടത്തിയ സർപ്രൈസ്. എനിക്കറിയാത്ത സർപ്രൈസ് ആണ്. എനിക്കറിയണ്ടായിരുന്നില്ല. യെസ്, ഇത്രയൊക്കെയുള്ളൂ. കഴിഞ്ഞു. ഇനി ബർത്ത്ഡേ കഴിഞ്ഞു. ഓക്കെ. എന്തൊക്കെയാണ് ഇവിടെ ഒരാളുടെ ബർത്ത്ഡേക്ക് ഇവിടെ നടക്കുന്നത്? ഇത് പുതിയ ബാഗാട്ടാ. ബാഗ് വീഡിയോ പറഞ്ഞതാ. കരഞ്ഞുപോയി ഗൈസ്. ഓഡിയൻസിനോട് കരഞ്ഞുപോയി ഗൈസ്. അല്ല, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞോളൂ ഇങ്ങനെ. അല്ലെങ്കിൽ എനിക്കൊരു ഭാഗ്യമില്ല. എന്റെ ബർത്ത്ഡേ ഒരാളും ഉണ്ടാവില്ല. ആരിട്ട് ചെയ്യൂല അല്ലേ? അളവോക്കാണ് റെസ്റ്റോറന്റ് ഇരുന്നിട്ട് ഞാനറിയും. ഓ, ഇന്നത്തെ ഒരു ദിവസം ആള് വീണ്ടും ആള് കുറച്ച് കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ പറയും. എന്നാലും എന്താടാ കുഴപ്പമില്ലല്ലോ, നിനക്ക് അത്യാവശ്യം കിട്ടിയിട്ടില്ലേ? അല്ല, എന്നാലും എക്സ്റ്റേണൽ ആയിട്ട് ഇത് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ഇമോഷണലായി. അറിയാൻ തീട്ട കൊണ്ടുവന്നേ.
ഫുഡ് എനിക്ക് ഇവരുള്ളത് മാത്രമാണല്ലോ ഹോട്ടലിൽ ഇരുന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധനം ഓർഡർ ചെയ്ത് സാധനം വന്നപ്പോ റിപ്സും ബർഗർ എന്ന് പറയണു. ചെറിയ എന്തോ ഉണ്ടമ്പൊരി പോലെ സാധനം. പറയാൻ പറ്റുമോ? ബർഗർ മെനു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊറേ സാധനങ്ങൾ ഉണ്ടാവുന്ന, പക്ഷെ അതിന്റെ അത്ര ഉള്ളു ബർഗർ മെനു. അപ്പൊ ഞാൻ പിന്നെ ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന് തട്ടി തട്ടി വന്ന കാരണം കൊണ്ട് എന്റെ വയറിപ്പ് നിക്കണ കാണുമ്പോ നിങ്ങൾക്ക് ഏകദേശം എടുത്തിട്ടുണ്ടോ? ആ പിന്നെ അതൊക്കെ എടുത്തിട്ടുണ്ട്. അജുമാറ പോയിട്ട് അച്ചതി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായത്. അച്ചതി മീൽസ് കഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞോളൂ നിങ്ങളോട്, അച്ചതി മീൽസ് കഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ തന്നെ ഞാൻ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. അതിലൊരു ത്രില്ലുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മട്ടൺ അത്ര പോരാ, റൈസും സാധനങ്ങളും എന്നോട് പറഞ്ഞേ. ആക്ക് പോയി ഇത് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തരുന്നു ഞാൻ. ഓക്കെ, അപ്പൊ അതാണ് പരിപാടി. അപ്പൊ നമ്മുടെ അശ്വതിയുടെ അതുല്യ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. കിട്ടുന്നുണ്ടല്ലോ ലോലടാ. കിട്ടുന്നുണ്ട്. ഇനി അതിപ്പോ അതൊക്കെ ഇങ്ങനെ ഐഫോണൊക്കെ തുറക്കില്ലേ, അതേപോലെ തുറക്കണം. എന്റെ അമ്മേ എനിക്കറിയില്ല. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? മാറ്റി എടുക്കാം. അങ്ങനെ മണം ഇഷ്ടപ്പെട്ടില്ലോ. അല്ലെങ്കിലും എന്റെ മോനെ നല്ല മണം, നല്ല മണം ഉണ്ട്. നോക്കി ജാപ്പനീസ് ചെറി ബ്ലോസം. ഓ അടിപൊളി സാധനം. ഇത് എവിടെ മനസ്സിലാ? റിച്വൽസ്. ഇത് ഷവർ ജെല്ല്. മെഴുകുതിരി ഉണ്ട്. മെഴുകുതിരി. അതെ, നിങ്ങൾക്ക് മെഴുകുതിരി കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ അത് ബോഡി സ്ക്രബാ. കുളിക്കണല്ലോ. അത് കുഴപ്പമില്ല, കുളിക്കണം. കുളിക്കണം. ഓ പിന്നെ അത് മോയ്സ്ചറൈസർ ക്രീമാണ് തോന്നുന്നു. ഇവർക്ക് പ്രാന്തിന്റെ കുറച്ച് അസ്കൃതി ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ കുളിക്കാൻ കഴിച്ചു. ഇത് തേച്ചോ കഴിഞ്ഞാൽ കുളിക്കാന്ന്. ഇന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, നാളെ കുളിക്കാട്ടോ. ഷവർ ജെല്ലാണ്. ഇത് ഷവർ ജെല്ല? അല്ലേ നോക്ക്. ആണെന്നാണ് എന്റെ വിശ്വാസം. കണ്ണും പിടിക്കണ്ടേ? ആണോ? ഞാൻ സ്പ്രേ പറഞ്ഞത് മറ്റേ സിനിമയില് സലീംകുമാർ അടിക്കില്ലേ ഉറങ്ങാനായിട്ട്. നാളെ തൊട്ട് ഇതില് കുളിക്കാൻ കഴിച്ചു. ഓ അതില്ലാണ്ടിരിക്കായിരുന്നു കുളിക്കാൻ. ഇതിനെങ്ങാനും എടുത്താ അത് ഉപയോഗിക്കണ കണ്ടില്ലെങ്കിൽ ഞാൻ അടുത്ത് ഉപയോഗിക്കാം. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ആവുന്നില്ല. അതെ കേടായി പോവും. അയ്യ ഞാൻ വെട്ടൂട്ടാ കുഞ്ഞെ. വലിയ ആളെ തിരിച്ചിടാനുള്ള ശേഷിയില്ല. തിരിച്ചിടാനുള്ള ശേഷി എനിക്ക് ആൾക്കാർ കണ്ടായിരുന്നോ മേടിച്ചത്? കണ്ടിട്ടുണ്ട്. വാങ്ങിച്ചത് കൊള്ളാം. Number 1 on the stage. Number 2 പിങ്കും പിങ്ക് കൊള്ളാം. ഇത് സെയിം സാധനത്തിന്റെ കളർ വേരിയൻസ് അല്ലേ? ഞാനായിട്ട് ട്വിൻ ചെയ്യാൻ നിനക്ക്. ഓക്കേ. എന്റെ ദൈവമേ, ഒരു ദിവസം രണ്ടെണ്ണം വെച്ചിട്ട് 2 ദിവസം ഉടുപ്പുണ്ട്. ഓ നിർത്ത് ഞാൻ ഡ്രസ് മാറണമെന്ന്. ഞാനൊന്ന് മാറ്റിട്ട് എത്താൻ. എന്റെ സുഖണ്ട. നല്ല സുഖവാ. ഏതാ അറിയില്ല. ഒരാളുണ്ട്. കാർഡിഗൻ അല്ല, എന്താ പറയാ? കാർഡിഗൻ താഴെ വരണ്ടോ? ഇല്ല ഇല്ല, അടിയോ പടിയോ. ഇതൊക്കെ പോയി. ഈ കാശ് പോണത് എന്റെ എനിക്ക് വന്നിരുന്നില്ലല്ലോ. പക്ഷെ ഞാൻ കാശ് എടുക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ കാർഡ് കൊണ്ടിട്ട് ഞാൻ പോയിട്ടേ. ഇതിനെത്രയാണ് ഗസ്? കൈമാർക്കായതുകൊണ്ടും നീ അത് വാങ്ങിച്ചു. വല്ല 10-15 കാണുള്ളൂ. മാക്സിമം 25.
അല്ല കൂടി 45 ഉണ്ട്. അല്ല 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 ശരിക്കും അതിനേക്കാളും പറയും പിന്നെ ഞാൻ മേടിച്ചോണ്ട് ഞാൻ വളരെ പിച്ചയാണ്. ഇവള് മേടിക്കാറില്ല. സാധാരണ ഒരു സാധനം ഇഷ്ടപ്പെട്ടാലും അത്ര വില പറഞ്ഞു കിട്ടിയാലും ഇവള് മേടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ സതിനോട് പറയില്ലായിരുന്നോ, ഇങ്ങനെ ഫുൾ ലെങ്ത്തുള്ളൊന്ന് വേണം, താഴെ നടക്കാൻ പറ്റില്ല. എന്റെ ജാക്കറ്റ് ഉണ്ട് നാളെ പോയിരുന്നത്. ഞാനോ അതില്ലേ പെടാറ്. അല്ല കാറ്റടിക്കുമ്പോ ഒരു അപ്പൊ ഫുള്ള് വേണമെന്ന്. പിന്നെ അത് മാത്രല്ല നമുക്ക് കുറച്ച് ലെങ്ത്തുള്ള ഡ്രസ്സുകൾ ഇടുമ്പോഴേ ഇവിടെ വരെ നിന്നിട്ട് പിന്നെ ബാക്കി നിൽക്കുന്നത് ഒരു വൃത്തിയാണ്. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടാവും. സൈഡ് ഓപ്പൺ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സൈഡ് ഓപ്പൺ ഇല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. അതാണ് എന്റെ പ്രശ്നം. ഇത് ഫുള്ളുണ്ട്. അല്ല നീ ഇപ്പൊ ഈ ഉടുപ്പൊക്കെ വാങ്ങിയത് പാല് കാണാനാ? അത് ബാക്കിലേക്ക് ഉണ്ടാവും. ഇങ്ങനത്തെ സാധനം ഉണ്ട്. ഇങ്ങനത്തെ സാധനം ഉണ്ട്. ഒന്നും ഭയപ്പെടാനില്ല. ഞാൻ ഭയപ്പെടില്ല. എല്ലാ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെടിയൊക്കെ ഇട്ട് ടോപ്പ് സ്കേർട്ട് നിന്നിട്ടാലും പ്രശ്നമില്ല. ഈ ചെരുപ്പിലടി ഇത് തല്ലുണ്ടായി നിൽക്കാട്ടാ. അപ്പൊ ഞാൻ ആക്ഷനെ പോയിട്ടുണ്ട് എന്തോ മേടിക്കാനായിട്ട്. അപ്പൊ എനിക്കിത് ഓർമ്മ വന്നു, ഈ ചെരുപ്പ് ഇവിടെ ആദ്യം കണ്ടിട്ട് സൈസ് കിട്ടാണ്ട് പോയതാ. അപ്പൊ ഞാൻ മെസ്സേജ് എങ്ങനെ ഒരു ചെരുപ്പ് കണ്ടിട്ട് ഇത് മേടിക്കണ. അപ്പൊ ഇത് മേടിച്ചോ, സൈസ് ഇതാ. അയ്യോ അപ്പ പിണക്കൊക്കെ മാറി. ഏകദേശം ഒരു ബർത്ത്ഡേയുടെ ഗിഫ്റ്റ്. എന്റെ പൊന്നെ അന്നേ തുടങ്ങിയിരിക്കുന്നു. എത്ര വയസ്സായി? ഞാൻ പറഞ്ഞു എനിക്ക് 29 സാധാരണ 15 വയസ്സുള്ള കുട്ടിയൊക്കെ എത്രയും ഗിഫ്റ്റ് ഒക്കെ കിട്ടാറ്. അപ്പൊ ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോവാണ്. ഇവർക്കൊക്കെ നാളെ ഓഫീസിൽ പോകേണ്ടവരാണ്. ഇവർ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പൊ നമ്മൾ ഇവരെ കൊണ്ടുവന്നാക്കണ്ടേ. എന്റെ മോനെ ചായ കുടിക്കാൻ മതിയടാ. എനിക്കറിയാം ഞാനിട്ടതിലെ ഏറ്റവും ലെങ്ത് കൂടിയ ഒരു വീഡിയോ ആണിത്. പക്ഷേ എനിക്കിതിലൊന്നും കട്ട് ചെയ്യാനായിട്ട് തോന്നിയില്ല. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് എന്നും ഓർത്തിരിക്കാൻ ആഗ്രഹമുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. അപ്പോൾ എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളെങ്ങനെയാണോ അതാണ് ശരിക്കും നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്.